എല്ലാ ദിവസവും എക്സാം നടത്താറുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈനായിട്ടും എക്സാം നടത്തും. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് എടുക്കും. ക്ലാസ്സിൽ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ക്ലാസ് ഇല്ല, എക്സ്പ്ലനേഷനും നമ്മൾ പരസ്പരം അങ്ങോട്ട് പഠിപ്പിക്കുന്നതൊക്കെയാണ്. അപ്പോൾ അത് ഭയങ്കര എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തു. അഡ്മിഷൻ എടുക്കുമ്പോഴേ JRF എയിം വെച്ചിട്ടാണ് വന്ന് നെറ്റിൻ്റെ ക്ലാസ്സിന് വന്നതും പഠിച്ചതും ഒക്കെ. ആദ്യമൊക്കെ നല്ല ആവേശം, പഠിക്കാൻ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഒരു 2 months ഒക്കെ ആയി, എക്സാമിന് 2 months മുന്നേ നടത്തിയൊരു എക്സാമിൽ കുറച്ച് മാർക്ക് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറേ കൂടിയും ഫോക്കസ് ചെയ്യണം, പേപ്പർ 1നും 2നും നന്നായിട്ട് ഫോക്കസ് ചെയ്യണം എന്ന് ഒരു എക്സാം നടത്തുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താൻ പറ്റുമല്ലോ. അങ്ങനെ പിന്നെ വീണ്ടും അതുപോലെ ക്ലാസ്സിന് ഡെയിലി വന്നു പഠിച്ചു. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റഹ്മത്താണ്. കൊമേഴ്സ് സബ്ജക്റ്റിൽ ഡിസംബർ 2025 സൈക്കിളിൽ നെറ്റ് ക്വാളിഫൈ ചെയ്ത റഹ്മത്ത്, സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ ഓഫ്ലൈൻ ബാച്ചിൽ തിരുവനന്തപുരത്ത് പഠിച്ച ആളാണ്. ഓഫ്ലൈൻ ക്ലാസ്സിനെ പറ്റി തന്നെ ചോദിച്ചു തുടങ്ങാം. എങ്ങനെയുണ്ടായിരുന്നു ഓഫ്ലൈൻ പഠനാന്തരീക്ഷം? ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആയിരുന്നു. പിന്നെ ടീച്ചറായാലും സാറായാലും പഠിക്കാൻ പറ്റുന്നൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞാൻ ഒരു 1 month അവിടെ ഡേ സ്കോളറായിട്ടൊക്കെ പോയതാണ്. പക്ഷെ പിന്നെ ഹോസ്റ്റലിൽ എടുത്തു നിന്നാണ് പഠിച്ചത്. അതുകൊണ്ട് എല്ലാ ദിവസവും ക്ലാസ്സിന് വരാനും മറ്റേ റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ഒക്കെ പറ്റി. ആഴ്ചയിൽ 6 ദിവസവും പഠിക്കുന്ന ഒരു എൻവയോൺമെന്റിൽ എത്തിയല്ലേ? ആബ്സെന്റ് ആവേണ്ടി വന്നിട്ടില്ല അധികം. ഓക്കെ, അത് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം എന്ന് ഞാനും പറയുന്ന ഒരു കാര്യം. നിങ്ങളുടെ അടുത്ത് വെനസ്ഡേയ്സിൽ വരുമ്പോഴായാലും ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, കൺസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ വായോ, അപ്പൊ നമുക്കത് പിന്നെ കുഴപ്പമില്ലാതെ പോവാം എന്നുള്ളത്. പഠനത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. എങ്ങനെയാണ് പഠനത്തിലെ ഈ 6 മാസം കൺസിസ്റ്റൻസി നിലനിർത്തിയത്? കൺസിസ്റ്റൻസി അഡ്മിഷൻ എടുക്കുമ്പോഴേ JRF എയിം വെച്ചിട്ടാണ് വന്ന് നെറ്റിൻ്റെ ക്ലാസ്സിന് വന്നതും പഠിച്ചതും ഒക്കെ. ആദ്യമൊക്കെ നല്ല ആവേശം, പഠിക്കാൻ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഒരു 2 months ഒക്കെ ആയി, എക്സാമിന് 2 months മുന്നേ നടത്തിയൊരു എക്സാമിൽ കുറച്ച് മാർക്ക് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറേ കൂടിയും ഫോക്കസ് ചെയ്യണം, പേപ്പർ 1നും 2നും നന്നായിട്ട് ഫോക്കസ് ചെയ്യണം എന്ന് ഒരു എക്സാം നടത്തുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താൻ പറ്റുമല്ലോ. അങ്ങനെ പിന്നെ വീണ്ടും അതുപോലെ ക്ലാസ്സിന് ഡെയിലി വന്നു പഠിച്ചു. ഈ ടെസ്റ്റുകളൊക്കെ പിന്നെയും നന്നായി പഠിക്കാനൊരു മോട്ടിവേഷൻ അല്ലേ തന്നത്? ഒരുപാട് ടെസ്റ്റുകൾ എല്ലാ ദിവസവും എക്സാം നടത്താറുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈനായിട്ടും എക്സാം നടത്തും. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് എടുക്കും. ക്ലാസ്സിൽ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ക്ലാസ് ഇല്ല, എക്സ്പ്ലനേഷനും നമ്മൾ പരസ്പരം അങ്ങോട്ട് പഠിപ്പിക്കുന്നതൊക്കെയാണ്. അപ്പോൾ അത് ഭയങ്കര എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തു. നെറ്റ് പരീക്ഷ അങ്ങനത്തെ ഒരു എക്സാം ആണല്ലോ. നമ്മൾ കുറേ കണ്ടന്റ് പഠിക്കുന്നതിലല്ല, അതിന് പാരലലായിട്ട് PYQ വർക്കൗട്ടും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇംപ്രവൈസേഷനും ഒക്കെ തന്നെ വേണം. എന്തായാലും അതൊക്കെ പ്രയോജനപ്പെട്ടു എന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷം. പേപ്പർ 1 വീക്ക് ഏരിയകൾ ഏതൊക്കെയായിരുന്നു? പേപ്പർ 1 ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ആയിരുന്നു പീപ്പിൾ ഡെവലപ്മെന്റ്, എൻവയോൺമെന്റ്, പിന്നെ ഹയർ എഡ്യൂക്കേഷൻ. അത് ഒരുപാട് ഇയേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് പഠിക്കുന്നത്. ബാക്കിയൊക്കെ അത്യാവശ്യം. ആ ഇയേഴ്സ് ഒക്കെ പഠിക്കാനായിട്ട് എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ചോ? എങ്ങനെയാ അത് പഠിച്ചെടുത്തത്? ആ യൂണിറ്റുകൾക്ക് സ്പെഷ്യൽ ഫോക്കസ് എഴുതി പഠിച്ചു, ഒരുപാട് എഴുതി പഠിച്ചു. ഓക്കെ, റിപ്പീറ്റേഷനിലൂടെ ഇയേഴ്സ് അങ്ങ് പഠിച്ചെടുത്തു അല്ലേ? ഇനി കൊമേഴ്സിലേക്ക് വരികയാണെങ്കിൽ, കൊമേഴ്സും വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ഏരിയ ആണ്. ചോദ്യങ്ങളുടെ പാറ്റേണിൽ മാറ്റങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തോ? എങ്ങനെയുണ്ട്? നമ്മൾ പ്രാക്ടീസ് ചെയ്ത പോലെ വന്നു? എക്സാമിലെ ഡിഫിക്കൽട്ടി എങ്ങനെയുണ്ടായിരുന്നു? എക്സാം ഒരു മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു. ഒരുപാട് PYQs ചെയ്തിട്ടുണ്ട്. ആ PYQസിൻ്റെ റിപ്പീറ്റേഷൻ ഉണ്ടായിരുന്നു എക്സാമിൽ. പിന്നെ ആ ക്വസ്റ്റ്യൻസ് കണ്ടതുകൊണ്ടുള്ള കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഓപ്ഷൻസ് ഭയങ്കര ടഫായിരുന്നു. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഓക്കെ ആയിരുന്നു, അറിയാവുന്ന ഏരിയ ആണ്, എഴുതാൻ പറ്റുന്ന ഏരിയ ആയിരുന്നു. പക്ഷേ ഓപ്ഷൻസ് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു ഫൈനൽ 2 ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് സ്ഥിരം വരുന്ന ഒരു പ്രശ്നമാണ്. എത്ര ചോദ്യങ്ങൾക്കാണ് നമുക്ക് JRF മിസ്സായി പോയത് ഇപ്രാവശ്യം? 15. അതിൽ 13 അറിയാഞ്ഞിട്ട് തെറ്റിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതാ ഏറ്റവും വലിയൊരു വിഷമമല്ലേ? നിങ്ങളോട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ, ഒരിക്കലും പരീക്ഷാ ഹാളിൽ പോയി നമുക്ക് അറിയാത്ത ചോദ്യങ്ങളാവില്ല നമ്മളെ സങ്കടപ്പെടുത്തുന്നത്. അറിയാവുന്ന ചോദ്യങ്ങളായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റാതെ പോകുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ മിസ്സായി പോകുന്നതായിട്ടുള്ള അത് നമ്മളിപ്പോ ഇനി അതിനെ ഓർത്ത് വിഷമിക്കുന്നതിൽ അർത്ഥമില്ല. കുഞ്ഞൊരു വിഷമം ഞാൻ മുഖത്ത് കണ്ടു. സ്വാഭാവികമായിട്ട് നമുക്ക് വിഷമം തോന്നും. എങ്കിലും പാസ്റ്റ് ഒരു ഇൻസിഡന്റ് ആണ്, അതിൽ നമുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒന്നുമില്ല. ഏറ്റവും ബെസ്റ്റ് കാര്യം റഹ്മത്ത് ചെയ്തത് തന്നെ അത് അനലൈസ് ചെയ്തു,
പോരായ്മകൾ മനസ്സിലാക്കിയല്ലോ. പലരും റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാതെ ഈ തെറ്റുകൾ അറിയുന്ന ചോദ്യങ്ങൾ തെറ്റ് ചെയ്യുന്ന അറിയാതാണ് അടുത്ത പ്രിപ്പറേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു പോരായ്മകൾ തിരിച്ചറിയാനായിട്ട് പറ്റിയല്ലോ. റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്തു. ഞാൻ എക്സാം ഒന്നുകൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അറിയാവുന്നതാണ് തെറ്റിച്ചതെന്ന്. അത് വറി ചെയ്യണ്ട. അടുത്ത എക്സാമിലേക്ക് ഇതൊരു ലേണിംഗ് ആയിട്ട് വെച്ച് മുന്നോട്ട് പോവുക. ഉറപ്പായിട്ടും I+നോട് ഒപ്പം തന്നെ ഉണ്ട്. ക്ലാസ്സുകളിൽ തുടർന്നും വരിക. അടുത്ത റൗണ്ട് നമുക്കൊരു JRF ഒക്കെ ആയിട്ട് ഈ സീറ്റിലിരിക്കണം. കുട്ടികളോട് ഇപ്പോൾ നെറ്റിനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടാവും, ഇൻ്റർവ്യൂ കാണുന്നുണ്ടാവും. അവരോട് ഒരു 1-2 നിർദ്ദേശങ്ങൾ ഈ ഒരു 6 മാസത്തെ പ്രിപ്പറേഷൻ ജേർണിയിൽ നിന്ന് റഹ്മത്തിന് പറയാനുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് പേപ്പർ 1ഉം 2നും ഒരുപോലെ ഫോക്കസ് ചെയ്ത് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. പേപ്പർ 1ന് ഫോക്കസ് കൊടുക്കുന്നത് പോലെ പേപ്പർ 2 ഏതെങ്കിലും ഒരു പേപ്പറിൽ കിട്ടിയിട്ട് മറ്റേത് കിട്ടാതിരുന്നാലും നെറ്റും JRFും കിട്ടാതെ പോവാം. അപ്പോൾ രണ്ടും പഠിക്കുക. പിന്നെ ടൈം മാനേജ്മെൻറ്റ് നോക്കുക. ഓവർ ടെൻഷൻ അടിക്കാതിരിക്കുക. ഇതൊക്കെയാണ്. ഒത്തിരി സന്തോഷം ഈ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതിന്. നമ്മുടെ ടീമിൻ്റെ ഭാഗത്തു നിന്നും വ്യൂവേഴ്സിൻ്റെ അടുത്തു നിന്നുമുള്ള റഹ്മത്തിനോടുള്ള സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. JRFുമായിട്ട് നമുക്ക് ഇനിയൊരു ഇൻ്റർവ്യൂവിൽ കാണാം. താങ്ക് യു.